അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്ത ഒരു വീഡിയോ ആണ് എനിക്ക് ഈ അടുത്ത് എനിക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. ചില തിരക്ക് കാരണം വീഡിയോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ചാനലിലൊക്കെ വീഡിയോസ് കുറവാണ്. ഏതായാലും ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എന്നെ വളരെയധികം അങ്ങ് സ്ട്രൈക്ക് ചെയ്തു പോയി. ഈ റഹ്മത്തുള്ളാഹി കാസിമി ഉസ്താദിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഏകദേശം 2000 മുതൽ തന്നെ അദ്ദേഹം വയലുകളിലൊക്കെ പറയുന്ന ഒരു കാര്യം ഇപ്പോൾ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്തായിട്ട് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് ഇസ്രയേലും അതേപോലെ ഇറാൻ തമ്മിലുള്ള ആ ഒരു യുദ്ധം അല്ലേ? ആ ഒരു യുദ്ധത്തിൽ പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 3, 4 ദിവസത്തിന് മുമ്പ് 795 മിസൈലുകളാണ് ഇറാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഇസ്രായേലിനെതിരായിട്ട്. ഈ ഒരു സമയത്ത് ഈ ഒരു യുദ്ധം നടക്കുന്ന ഈ ഒരു വേളയിൽ റഹ്മത്തുള്ളാഹി കാസിമി ഉസ്താദിൻ്റെ അദ്ദേഹത്തിൻ്റെ വയല് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ ചാനലുകളിലും മിക്ക ചാനലുകളിലും അവർ അത് അപ്ലോഡ് ചെയ്യുകയും അതൊക്കെ ഇങ്ങനെ ചർച്ചാ വിഷയമായി മാറുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു വയറിൽ കേട്ടപ്പോൾ അങ്ങ് സ്ട്രൈക്കായി പോയി ഞാൻ തന്നെ. ഒരു മുമ്പ് ഇനി നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ചിട്ടാണ് അദ്ദേഹം 2000 മുമ്പ് തന്നെ 2000 മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ വയലുകളിൽ അദ്ദേഹം പറയുന്നുണ്ട്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ 2025 എത്തിയിട്ടുണ്ട്. ഏകദേശം 25 കൊല്ലത്തിന് മുമ്പ് തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അതൊരു നിങ്ങൾ ആ ഒരു വാക്കുകൾ അദ്ദേഹം പറയുന്നതായ വാക്കുകളൊന്ന് നിങ്ങൾ കേട്ട് നോക്കിയേ. എത്ര ശരിയാണ് അദ്ദേഹം പറയുന്നുള്ളതെന്ന്. ഞാനതൊന്ന് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് തരാം. ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞു കുടിച്ചൂല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂലൻ, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് ഭാമ്പം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിന് വരും. അവർ ഇറാനെ തകർക്കും. സുമ്മയഖ്ദിറൂന, പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നത് മഹ്ദി ഇമാം അടുത്ത് വരുന്നാണ്. മഹ്ദി ഇമാം വരുന്നല്ലടാ, ബെരണ്ടെന്ന് പറയണങ്ങായി. മഹ്ദി ഇമാം വരും എന്ന് പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോ? അതിന്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യസൂല മുൽകുൽ അറബ്. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബെരണ്ടേ പറ. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മഹ്ദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ ഉണ്ടാക്കുക. മഹ്ദി ഇങ്ങനെ വരിക. പോയടപ്പാണ് നോക്കിയിട്ട്. ലാ യഖ്റുജുൽ മഹ്ദി, മഹ്ദി പുറത്തു വരികയില്ല. ഹത്താ യസൂല മുൽകുൽ അറബ്. അറബ് രാജ്യത്തിലെ ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹ്ദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ലടാ, ഇത് മുത്ത് നബി പറയണ. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനിച്ച് പറയാൻ മഹ്ദി വരണോ വരണ്ടേ? വന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിന്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? മഹ്ദി. കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ. ഇറാനിൽ യുദ്ധം പൊട്ടിയാലടാ കഞ്ഞുകുടി മുടങ്ങും. ബ്രോസ്റ്റല്ല, കഞ്ഞു കുടിച്ചൂല. മിഡിൽ ഈസ്റ്റിലെ എല്ലാ പ്രയാസവും അതിന്റെ പറയാൻ കഴിയില്ല. ഇറാനിൽ യുദ്ധം പൊട്ടൂലൻ, പൊട്ടിയിരിക്കും. എന്ന് നിനക്കറിയില്ല. യുദ്ധം ഉണ്ടാവും. ആ യുദ്ധത്തിൽ ഇറാൻ തകരും. ആരെ പറഞ്ഞു? ഞാനാ പറഞ്ഞു. നിങ്ങളോട് ആരെ പറഞ്ഞു? എന്നോട് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇന്നോടത് മുത്തുനബി പറഞ്ഞു. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇറാനുമായി യുദ്ധം നടക്കും. അത് ഭാമ്പം യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിന്റെ അവസാനം ഇറാൻ തകരും. പക്ഷെ ഇറാൻ മാത്രമല്ല തകരുക, മിഡിൽ ഈസ്റ്റിലെ അനവധി രാജ്യങ്ങൾ തകരും. ആര് പറഞ്ഞു? മുഹമ്മദ് മുസ്തഫ.
അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു കൂട്ടർ ഇറാനെതിരെ യുദ്ധത്തിന് വരും. അവർ ഇറാനെ തകർക്കും. സുമ്മ യഖ്ദിറൂന, പിന്നെ അവർ നിങ്ങളെ ചതിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായോ പറഞ്ഞത്? അവർ ഇറാനെ മാത്രമല്ല തകർക്കുക, അവർ കാരണം അറബ് ലോകം മുഴുവനും തകർന്നു. ഇപ്പൊ എല്ലാവരും പറയുന്നത് മഹ്ദി ഇമാം അടുത്ത് വരുന്നാണ്. മഹ്ദി ഇമാം വരുന്നല്ലടാ, ബെരണ്ടെന്ന് പറയടാ. എങ്ങായി മഹ്ദി ഇമാം വരുന്ന് പറയുന്നേക്കാൾ നല്ല ബെരണ്ടെന്ന് പറയലാണോടോ. അതിന്റെ മൂല്യം എങ്ങനെ ഞങ്ങൾ പറയുന്നത്? ലാ യഖ്റുജുൽ മഹ്ദി ഹത്താ യസൂല മുൽകുൽ അറബ്. അറബ് ലോകത്തിന്റെ മുഴുവനും അധികാര രാജ്യങ്ങൾ നഷ്ടപ്പെടാതെ മഹ്ദി പുറത്തു വരികയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ബെരണ്ടോ ബെരണ്ടേ പറ. നമ്മളിങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നിങ്ങനെ ഇങ്ങനെ ഉഷാറായിട്ട് ഇങ്ങനെ നമ്മളും നമ്മളെ പെണ്ണുങ്ങളും കല്യാണത്തിൽ ഇങ്ങനെ ഉടുത്തും മാറ്റി ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ മഹ്ദി അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വരിക. അവിടുന്ന് കൊയലിൽ പെട്ടി ഇങ്ങനെ ഡയക്കുക. മഹ്ദി ഇങ്ങനെ വരിക. പോയട പണി നോക്കിയിട്ട് ലാ യഖ്റുജുൽ മഹ്ദി, മഹ്ദി പുറത്തു വരികയില്ല. ഹത്താ യസൂല മുൽകുൽ അറബ്, അറബ് രാജ്യത്തിന് ഒരു രാജ്യത്തിനും അധികാരം നഷ്ടപ്പെടാതെ ഒരു രാജ്യം ഉണ്ടാവില്ല. ആര് വരുമ്പോൾ? മഹ്ദി വരുമ്പോൾ എന്ന് മുഹമ്മദ് മുസ്തഫ. ഞാൻ പറയല്ലടാ, ഇത് മുത്ത് നബി പറയണം. ഇത് മുത്ത് മുഹമ്മദ് മുസ്തഫ. ഇനിച്ച് പറയണം മഹ്ദി വരണോ വരണ്ടേ? വന്നിരിക്കും. പക്ഷേ നമ്മളിങ്ങനെ പപ്പടം പൊരിച്ച് തിന്നതിൻ്റെ അടിയിൽ വരുന്ന ആളല്ല ആര്? മഹ്ദി. കഷ്ടപ്പെട്ട അവസാനം വരുന്ന ആളാ. അള്ളാഹുവിലേക്ക് മടങ്ങല് നമുക്ക് നല്ലതാണ്. വളരെ വലിയ പ്രതിസന്ധി വരാൻ പോവാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. കേൾക്ക്, അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരു വീഡിയോ ആണ് നല്ല രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നത്. ഏതായാലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വെച്ചതായ കാര്യങ്ങളൊക്കെ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. ഇതും നമ്മൾ കണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അല്ലേ? ഏതായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വല്ല പിഴവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇന്ന് വിട്ടുപുറത്ത് മാഫ് നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. റഹ്മത്തുള്ളാഹി ഖാസിം ഉസ്താദിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എത്രയോ എത്രയോ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ട് അവർ നല്ല മാർഗത്തിലേക്ക് വന്നിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും അത്തരത്തിലുള്ള പ്രഭാഷണങ്ങളാണ്. അത്രയും കടുപ്പമുള്ള പ്രഭാഷണമാണ്. അതിനു മുമ്പത്തെ ഗൈബായിട്ടുള്ള മുമ്പ് ഇനി വരാനിരിക്കുന്നതായ പല കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയാറുണ്ട്, അല്ലേ? ഏതായാലും ഇരിക്കട്ടെ, ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു വീഡിയോയുടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ചാനലിലൊക്കെ വീഡിയോസൊക്കെ കുറവാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്യാനുള്ള സാഹചര്യം ഒത്തുവരുന്നില്ല. കുറച്ച് ബിസി ആയതുകൊണ്ട്, തിരക്കൊക്കെ ആയതുകൊണ്ട്. ഇൻഷാ അല്ലാഹ് തുടരെയായി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യുക എന്ന വസിയത്തോടു കൂടി നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.